ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വൈറ്റ് പാസ്ത റെസിപ്പിയാണ്. ഇത് നമുക്ക് നല്ല ഈസി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 1.5 കപ്പ് വെള്ളം ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു കപ്പ് പാസ്ത ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പക്കകത്തേക്ക് ഇട്ട് വെക്കാം വെള്ളം പോകാനായിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് വൈറ്റ് സോസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബട്ടർ, പിന്നെ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇതെന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം, തിക്കാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ്. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ആകെ ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 1 സ്പൂണ് കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് തിക്കാക്കി എടുക്കണം. ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആണ് പാസ്തയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 5-6 വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ ചെറിയ ക്യൂബ്സായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതും ഒന്ന് വാട്ടിയെടുക്കാം. ക്യാപ്സിക്കം, സവോളയൊക്കെ ഞാൻ ഇതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്താൽ മതി. അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സോസിനകത്തേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് മക്രോണി വേവിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വെള്ളമാണ്. അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, പിന്നെ കുറച്ച് ലൂസ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ്. അത് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി, കാരണം അധികം വേവില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. മല്ലിയിലയൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അത് ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റുമാണ്. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വൈറ്റ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് ഓർക്കണം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.